കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഛത്തീസ്ഗഡിൽ വീണ്ടും ബജ്രംഗ് ദൾ ആക്രമണം. റായ്പൂരിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ബഹളം വയ്ക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്കെത്തിയവരെ മർദ്ദിച്ചതായി പാസ്റ്റർ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നമ്മൾ നേരിട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ പതിവാണെന്നാണ് അവിടുത്തെ പാസ്റ്റർമാർ തന്നെ പറഞ്ഞിരുന്നത്. കാരണം പ്രധാനമായിട്ടും ഈ ഞായറാഴ്ചകളിലാണ് ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഈ ഞായറാഴ്ച അവർ ഈ പാസ്റ്റർമാർ അവരുടെ ആരുടെയെങ്കിലും വിശ്വാസികളുടെ വീട്ടിലായിരിക്കും ഇത്തരത്തിൽ പ്രാർത്ഥനാ യോഗത്തിനായി ചേരുന്നത്. അങ്ങനെ പ്രാർത്ഥന നടത്തുമ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ എത്തുകയും ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒരുപാട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സമാനമായിട്ടൊരു സംഭവമാണ് ഇന്നും നടന്നത്. റായ്പൂരിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. റായ്പൂരിലെ കുക്കൂർ ബേഡ എന്ന പ്രദേശത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ ഈ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അവിടെ വിശ്വാസിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുകയായിരുന്നു. അപ്പോഴാണ് ബജ്രംഗ് ദൾ പ്രവർത്തകരും ചില ഹൈന്ദവ സംഘടനയുടെ പ്രവർത്തകരും ആ വീട്ടിലേക്ക് ഇരച്ചെത്തിയത്. അവിടെ ഈ മതപരിവർത്തനം നടത്തുന്നു പ്രാർത്ഥനാ യോഗത്തിന്റെ രൂപത്തിൽ എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇവർ അവിടെ എത്തിയത്. അതിനുശേഷം അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഇവർ ഈ ജയശ്രീറാം മുഴക്കുകയും ഒപ്പം തന്നെ ഹനുമാൻ ചാലിസ ആ മന്ത്രവും അവിടെ വിളിക്കുകയും ചെയ്തു. ഏറെ നേരം അവിടെ സംഘർഷാവസ്ഥയുണ്ട്. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞത് പാസ്റ്ററിനെ ഈ പ്രവർത്തകരുടെ മർദ്ദനമേറ്റു എന്നാണ് പറഞ്ഞത്. പിന്നീട് പോലീസ് എത്തി. പോലീസിന്റെ മുന്നിൽ വെച്ചും അവരിവിടെ ബഹളമുണ്ടാക്കുകയായിരുന്നു, മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഒടുവിൽ കൂടുതൽ സേന അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഇവരെ പിരിച്ചു വിടുകയായിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ ഈ കന്യാസ്ത്രീകളുടെ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ പോലും അവിടെ ഏതാണ്ട് നിരവധി കേസുകൾ, ഈ പാസ്റ്റർമാരുടെ തന്നെ അനുഭവങ്ങൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഏതാണ്ട് നിരവധി കേസുകൾ ഇത്തരത്തിൽ ഛത്തീസ്ഗഡിന്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലും അവർ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ഈ സ്കൂളുകൾ നടത്തുന്ന ഈ സ്ഥാപനങ്ങൾക്കെതിരെ, ഒപ്പം തന്നെ ഇതേപോലെ പ്രാർത്ഥനകൾ നടത്തുന്ന പള്ളികൾക്കെതിരെ, വീടുകൾക്കെതിരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷേ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുക്കാറില്ല. പകരം ഈ മതപരിവർത്തനം ആരോപിച്ച് ഈ പാസ്റ്റർമാർക്കെതിരെയാണ് കേസ് എടുക്കാറ്. അങ്ങനെ നിരവധി പേർ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇന്നും നടന്നിട്ടുള്ളത്. എന്തായാലും കേസെടുത്ത അതിന്റെ വിവരങ്ങളൊന്നും ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല.